ആഷിഖുർ റസൂൽ മർഹൂം കുണ്ടൂർ ഉസ്താദ് ഖദ്ദസല്ലാഹു സിറവുൽ അസീസ് അവറുകളെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. മലപ്പുറം ജില്ലയിലെ കുണ്ടൂരിലെ ഈ കാണുന്ന മക്കാമിൽ മഹാനവർകൾ അന്ത്യവിശ്രമം കൊള്ളുന്നു. മർഹൂം ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ റഹ്മത്തുള്ളാഹി അലൈഹിയുമായി അടുത്ത ബന്ധം കാത്തുസൂക്ഷിച്ച വ്യക്തിയായിരുന്നു കുണ്ടൂർ ഉസ്താദ്. മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ വന്നവരുടെ കുടുംബ പരമ്പരയിലാണ് മഹാനായ കുണ്ടൂർ ഉസ്താദിന്റെ ജനനം. മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടി താലൂക്കിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള നന്നമ്പ്ര പഞ്ചായത്തിൽ നമ്പിടിപ്പറമ്പത്ത് കുഞ്ഞി മുഹമ്മദിന്റെയും പത്നി ഖദീജയുടെയും മകനായി 13/7/1935 കുണ്ടൂർ ഉസ്താദ് എന്ന കുണ്ടൂർ അബ്ദുൽ ഖാദർ മുസ്ലിയാർ ജനിച്ചു. ഉമ്മയുടെ നാടാണ് തിരൂരങ്ങാടി. നാട്ടാചാരപ്രകാരം ഉമ്മയുടെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു മഹാനവറുകളെ ഉമ്മ പ്രസവിച്ചത്. ഉസ്താദിന്റെ 5-6 തലമുറകൾക്ക് മുമ്പ് വളപ്പട്ടണത്ത് നിന്ന് മതപ്രബോധനത്തിനും വിജ്ഞാന സേവനത്തിനുമായി തിരൂരങ്ങാടിയിൽ എത്തിച്ചേർന്നവരാണ് കുടുംബം. പണ്ഡിതന്മാരും അല്ലാത്തവരും ഒരുപോലെയുണ്ടായിരുന്നു ആ കുടുംബത്തിൽ. പിതാവ് കുഞ്ഞഹമ്മദ് അടക്കം പിതാക്കന്മാരെല്ലാം അറിവും ഭക്തിയും വിനയവും ഒന്നിച്ചവരായിരുന്നു. ചിലർ മതപണ്ഡിതരും മാതാവിന്റെ കുടുംബം തിരൂരങ്ങാടിയിലെ അറിയപ്പെട്ട ചെനക്കൽ പണ്ഡിത കുടുംബവുമാണ്. മഹാനവറുകളുടെ വല്ലിപ്പ അഹമ്മദ് മൊല്ല അറിയപ്പെട്ട ഖുർആൻ പണ്ഡിതനാണ്. ആ ഒരു പശ്ചാത്തലം ഉസ്താദിന്റെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. പിതാവ് കുഞ്ഞഹമ്മദിൽ നിന്ന് പകർന്നു കിട്ടിയ പണ്ഡിത പൈതൃകം കാരണം കുറച്ചുകാലം വിജ്ഞാന സേവനവുമായി അദ്ദേഹം കഴിച്ചുകൂട്ടി. കുണ്ടൂർ ഉസ്താദിന് 2.5 വയസ്സുള്ളപ്പോൾ തന്നെ പിതാവ് വഫാത്തായി. ഇളം പ്രായത്തിൽ തന്നെ വലിയ ഭക്തിയും സൂക്ഷ്മതയും നിറഞ്ഞ ജീവിതമാണ് മഹാനവറുകൾ നയിച്ചത്. കളി തമാശകളിൽ ഏർപ്പെടാതെയും അനാവശ്യങ്ങളിൽ തലയിടാതെയും ചിട്ടയോടും കൂടി അദ്ദേഹം ജീവിച്ചു. പ്രാഥമിക വിദ്യാഭ്യാസം മാതാപിതാക്കളിൽ നിന്ന് തന്നെയായിരുന്നു. വ്യവസ്ഥാപിതമായ പഠനം ആരംഭിക്കുന്നത് ഈസ്റ്റ് ബസാറിൽ അഹമ്മദ് മൊല്ലയുടെ ഓത്തുപള്ളിയിൽ നിന്നും ഭൗതിക വിദ്യാഭ്യാസം തിരൂരങ്ങാടി LP സ്കൂളിൽ നിന്നുമായിരുന്നു. സ്കൂളിനോട് ചേർന്ന് തന്നെ ഓത്തുപള്ളി ഉണ്ടായിരുന്നതിനാൽ ഓത്ത് മുടങ്ങിയിരുന്നില്ല. 5ാം തരം പഠനം കഴിഞ്ഞ് വലിയ പണ്ഡിതനായ KMSA പൂക്കോയ തങ്ങൾക്ക് കീഴിൽ ഇരുമ്പും ജോലയിൽ ദർസ് ജീവിതം തുടങ്ങി. ആ സമയം അവിടെ 100ഓളം കുട്ടികൾ പഠിക്കുന്നുണ്ടായിരുന്നു. ഏതാനും വർഷത്തെ പഠനത്തിന് ശേഷം KMSA പൂക്കോയ തങ്ങൾ ഹജ്ജിന് പോയപ്പോൾ ജന്മനാട്ടിലേക്ക് തന്നെ കുണ്ടൂർ ഉസ്താദ് തിരിച്ചു പോന്നു. പിന്നീട് മക്കയിലും മദീനത്തുമായി പഠിച്ച അരിപ്ര മൊയ്തീൻ ഹാജി ബാക്കവിയുടെ ശിഷ്യനായിരുന്ന വിഖ്യാത പണ്ഡിതൻ കരിങ്ങനാട്ട് മുഹമ്മദ് മുസ്ലിയാരുടെ അടുത്ത് 1 വർഷം പഠിച്ചു. ശേഷം പട്ടാമ്പിയിലെ വലിയ ജുമാഅത്ത് പള്ളിയിൽ പഠനം തുടർന്നു. ഫതഹുൽ മുഈൻ പൂർത്തിയാക്കിയത് അവിടെ വെച്ചായിരുന്നു. തുടർന്ന് വൈലത്തൂരിലെ പഠനകാലത്തെ ഉസ്താദിന്റെ സഹപാഠിയായിരുന്നു വൈലത്തൂർ ബാവ മുസ്ലിയാർ. പിന്നീട് പ്രസിദ്ധ പണ്ഡിതനായ ഇരിങ്ങല്ലൂർ അലവി മുസ്ലിയാർക്ക് കീഴിൽ ക്ലാരി പാലച്ചിറമാടിലാണ് പഠനം തുടർന്നത്. ക്ലാരിയിൽ പഠിക്കുന്ന കാലത്താണ് മുതഅല്ലിമിൽ നിന്ന് മുദരിസിലേക്ക് കുണ്ടൂർ ഉസ്താദ് ചുവടുമാറുന്നത്. 1962 അവസാനത്തിൽ 24-ാം വയസ്സിൽ ക്ലാരി ചെനക്കലിൽ മഹാനവറുകൾ മുദരിസായി സേവനമനുഷ്ഠിക്കാൻ തുടങ്ങി. ക്ലാരി ചെനക്കലിൽ പുതിയ മസ്ജിദ് നിർമ്മിച്ചപ്പോൾ അതിനോടൊപ്പം ദർസും തുടങ്ങണമെന്ന അഭിപ്രായം ജനങ്ങൾ മുന്നോട്ട് വെച്ചു. പ്രാപ്തനായ ഒരു മുഅല്ലിമിനെ ആവശ്യപ്പെട്ട് ജനങ്ങൾ ഇരിങ്ങല്ലൂർ അലവി മുസ്ലിയാർക്ക് മുമ്പിൽ ചെന്നു. ഇരിങ്ങല്ലൂർ അലവി മുസ്ലിയാരുടെ നിർദ്ദേശപ്രകാരം അവർ പക്വതയും പാകതയുമുള്ള ക്ഷമാശീലനായ കുണ്ടൂർ ഉസ്താദിനെ മുദരിസായി തെരഞ്ഞെടുത്തു. 1.5 വർഷമാണ് കുണ്ടൂർ ഉസ്താദ് അവിടെ ആദ്യഘട്ടമായി ദർസ് നടത്തിയത്. അതിനുശേഷം ബാക്കിയാത്തിലേക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് പോയി. 1965 തിരിച്ചു വന്ന് വീണ്ടും അധ്യാപനം തുടർന്നു. തന്റെ 24-ാം വയസ്സിലാണ് ക്ലാരി ചെനക്കലിൽ മഹാനവറുകൾ മുദരിസായി സേവനം തുടങ്ങിയത്. മുദരിസ് ജീവിതത്തിന്റെ ഇടയിലാണ് സാമൂഹിക സേവന ലോകത്തേക്ക് ഉസ്താദ് ഇറങ്ങുന്നത്. സാമൂഹിക പ്രവർത്തനവും സേവനങ്ങളുമാണ് സൂഫിസത്തിന്റെ മുഖ്യധാര എന്ന ജീവിത ശൈലിയിലേക്ക് ഉസ്താദ് വരുന്നത് ക്ലാരിയിൽ നിന്നാണ്. അധ്യാപന കാലത്ത് തന്നെ പരിസര പ്രദേശങ്ങളിലായി 10ഓളം പള്ളികൾ നിർമ്മിക്കാൻ ഉസ്താദ് നേതൃത്വം നൽകി. പ്രകൃതിപരമായ സേവന തൽപരത കൊണ്ടും പെരുമണ്ണ ക്ലാരിയിലും പരിസരങ്ങളിലുമായി ധാരാളം പള്ളികൾ, മദ്രസകൾ, സ്കൂളുകൾ, റോഡുകൾ തുടങ്ങിയവ കുണ്ടൂർ ഉസ്താദ് സ്വന്തം പരിശ്രമത്തിൽ നിർമ്മിച്ചു. ജലക്ഷാമമുള്ള ഇടങ്ങളിൽ കുളങ്ങളും കിണറുകളും മഹാനവറുകൾ നിർമ്മിച്ചു. വ്യക്തി താൽപര്യങ്ങളോ സാമ്പത്തിക താൽപര്യങ്ങളോ ഉസ്താദിന്റെ സേവനങ്ങൾക്ക് മാനദണ്ഡമായിരുന്നില്ല. വൈജ്ഞാനിക സാമൂഹിക പുരോഗതി ദേശത്തുണ്ടായിത്തീരുന്നതിലായിരുന്നു ഉസ്താദ് ശ്രദ്ധ വെച്ചത്. ദർസ് ജീവിതം ആരംഭിച്ച് 1987 ക്ലാരി വിട്ട് കുണ്ടൂരിലേക്ക് വരുന്നതുവരെ ആ ഗ്രാമത്തിന്റെ എല്ലാമായിരുന്നു കുണ്ടൂർ ഉസ്താദ്. പള്ളികളുടെയും മദ്രസകളുടെയും പ്രസിഡന്റ് എന്ന നിലയിൽ ഒരു ദേശക്കാരനായ മുദരിസിനേക്കാൾ എന്തുകൊണ്ടും നാട്ടുകാരുമായി അടുപ്പം പാലിക്കാൻ കുണ്ടൂർ ഉസ്താദിന് കഴിഞ്ഞിരുന്നു. കുണ്ടൂർ ഉസ്താദിന്റെ മരണം വരെ ക്ലാരി പ്രദേശത്തെ പ്രവർത്തനങ്ങളെല്ലാം ഉസ്താദിനോട് അന്വേഷിച്ചായിരുന്നു നാട്ടുകാർ നടത്തിയിരുന്നത്. സ്വന്തം വിദ്യാർത്ഥികളുടെ പഠനാന്തരീക്ഷം എങ്ങനെയെന്ന് മനസ്സിലാക്കുന്ന ഉസ്താദ് സഹായം ആവശ്യമുള്ളവരെ വേണ്ട വിധം പരിഗണിച്ചിരുന്നു. കുണ്ടൂർ ദേശത്തെ വിദ്യാർത്ഥികളുടെ പഠനകാര്യങ്ങളിലും സജീവ ശ്രദ്ധ പുലർത്തിയിരുന്നു. ഉപരിപഠനത്തിനാവശ്യമായ സംവിധാനങ്ങൾ ചോദിച്ചറിഞ്ഞ് ചെയ്യുമായിരുന്നു മഹാനവറുകൾ. ഗരീബ് നവാസ് ഖാജ മുഈനുദ്ദീൻ ചിസ്തി അൽ അജ്മീരി റളിയല്ലാഹു അൻഹുവിനെ അനുസ്മരിപ്പിക്കും വിധം സാമൂഹിക സേവനങ്ങളിലും കാരുണ്യ പ്രവർത്തനങ്ങളിലും ഉസ്താദ് നിരന്തരമായി ഇടപെട്ടിരുന്നു. മിക്കവയും ഒരു മുഅല്ലിമിന്റെ ഉത്തരവാദിത്തങ്ങൾക്ക് അപ്പുറത്തായിരുന്നു. വേണ്ടത്ര സാമ്പത്തിക ഭദ്രത ഉണ്ടാകാതിരുന്ന കാലത്താണ് ഉസ്താദിന്റെ പ്രവർത്തനങ്ങളിൽ ഭൂരിപക്ഷവും നടന്നത്. തകർന്നു കിടക്കുന്ന റോഡുകൾ നന്നാക്കാൻ 2-3 മൺവെട്ടികളും കുട്ടകളുമായി ഉസ്താദ് അങ്ങാടിയിലേക്ക് ഇറങ്ങും. ഉസ്താദിന്റെ കൂടെ ദർസ് വിദ്യാർത്ഥികളും സ്നേഹജനങ്ങളും കൂടും. ഉസ്താദിനെ കാണാനായി ദൂരദേശങ്ങളിൽ നിന്ന് വന്നവർ പോലും വസ്ത്രം മാറ്റി പണിക്കിറങ്ങും. പലപ്പോഴും റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി തെരഞ്ഞെടുക്കുക ആളുകൾ ഉപേക്ഷിച്ചു തുടങ്ങിയ സഞ്ചാരയോഗ്യമല്ലാത്ത പൊടിയും ചേറും കുണ്ടും കുഴിയും നിറഞ്ഞ റോഡുകളായിരിക്കും. പണിക്കിറങ്ങിയവരിൽ ഭൂരിഭാഗവും ഉസ്താദിൽ നിന്ന് സാമ്പത്തിക സഹായം പ്രതീക്ഷിച്ചു വന്നവരായിരിക്കും. അവർക്ക് കൊടുക്കാൻ കയ്യിൽ ഒന്നും ഉണ്ടാവാറില്ല. പക്ഷെ പണി കഴിയുമ്പോഴേക്കും തന്നെ കാണാൻ വരുന്ന സമ്പന്നരിൽ നിന്നും പണം ലഭിച്ചിട്ടുണ്ടാകും. ആ പണമെടുത്ത് ഉസ്താദ് അവർക്ക്
കൊടുക്കുകയും ചെയ്യും. ചിലപ്പോൾ ബിൽഡിങ്ങുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളായിരിക്കും. കൂടെയുള്ളവരെ കൂട്ടിക്കൊണ്ട് തുടങ്ങുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഒരു തൊഴിലാളിയായി ഉസ്താദും കൂടെ നിൽക്കും. ഗൗസിയ, യതീംഖാന, അഗതി മന്ദിരം, മുസാഫർ ഖാന തുടങ്ങിയവയെല്ലാം നിർമ്മിക്കാൻ ഉസ്താദും തൊഴിലാളിയായി ഉണ്ടായിരുന്നു. സുസ്ഥിരമായ ഒരു സാമ്പത്തിക അടിത്തറ ഇല്ലാതെയാണ് ഇത്തരം ബൃഹത്തായ പദ്ധതികൾക്ക് തുടക്കം കുറിക്കുന്നത്. ദാരിദ്ര്യം ഉച്ചിയിലെത്തി നിൽക്കുന്ന സമയത്തെ പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ തവക്കുൽ ബോധം ഉണർത്തുന്നതിനും തങ്ങളുടെ കഴിവുകൾ തിരിച്ചറിയുന്നതിനും കാരണമായിട്ടുണ്ട്. ജലക്ഷാമം രൂക്ഷമായ സന്ദർഭങ്ങളിൽ തന്നെ കാണാൻ വരുന്നവരുടെ ആവശ്യം നിറവേറാൻ ഒരു കുടിവെള്ള സ്രോതസ് ഒരുക്കി കൊടുക്കാനായിരിക്കും ഉസ്താദ് ആവശ്യപ്പെടുക. ഉസ്താദ് മുന്നിട്ടിറങ്ങി കുളങ്ങളും തോടുകളും വൃത്തിയാക്കുകയും എല്ലാവർക്കും ഉപകരിക്കുന്ന കിണറുകൾ കുഴിക്കുകയും ചെയ്യും. ജലക്ഷാമത്താൽ പാവപ്പെട്ടവർ പ്രയാസത്തിലാകരുത് എന്ന ദീർഘവീക്ഷണത്തിലായിരുന്നു ഈ പ്രവർത്തനങ്ങൾ. കടപ്പുറം ഭാഗത്ത് ജീവിക്കുന്നവരുടെ പ്രധാന വരുമാന മാർഗം കടലാണ്. പക്ഷേ വർഷത്തിന്റെ പാതിയും അടിസ്ഥാന ആവശ്യങ്ങൾ നിർവഹിക്കാനോ ഭക്ഷ്യവസ്തുക്കൾ വാങ്ങാനോ കഴിയാത്ത വറുതിയിലായിരിക്കും അവർ. ആ ഘട്ടത്തിലാണ് ഉസ്താദിന്റെ കീഴിൽ അരി വിതരണവും മറ്റും നടക്കുക. താൻ ഇടപെടുന്ന സാമൂഹിക പരിസരത്തുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ പ്രത്യേകം ഉസ്താദ് താല്പര്യമെടുക്കും. ഉന്നത പഠനം ആവശ്യമുള്ളവർക്ക് സഹായങ്ങൾ നൽകും. സംരക്ഷിക്കാൻ ആളില്ലാത്ത അനാഥരും അഗതികളുമായ കുട്ടികൾ അവഗണിക്കപ്പെട്ടാൽ അവരായിരിക്കും സമൂഹത്തിലെ അപകടകാരികളായ അരാജകവാദികൾ എന്ന് തിരിച്ചറിഞ്ഞ ഉസ്താദ് ഗൗസിയ ചാരിറ്റബിൾ ട്രസ്റ്റിന് കീഴിൽ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തു. 1977 കാലത്ത് ആത്മീയ വിഷയങ്ങളിൽ കൂടുതൽ താല്പര്യം മഹാനവറുകൾ പ്രകടിപ്പിച്ചു. തുടർന്ന് കുണ്ടൂർ ഉസ്താദ് റിയാള വീട്ടി. ദർസും തസവുഫ് ജീവിതവുമായി 1987 വരെ ഉസ്താദ് സഞ്ചരിച്ചു. ശേഷം സ്ഥിരമായി കുണ്ടൂരിൽ തന്നെയായിരുന്നു ഉസ്താദിന്റെ ജീവിതം. വഫാത്ത് വരെയും ഇൽമിനും ബഹുജനത്തിനുമായി സ്വന്തത്തെ ഒഴിഞ്ഞുവെച്ചു. രോഗികൾ, യാത്രികർ, നീറുന്ന പ്രശ്നക്കാർ, കേസുകളിൽ കുടുങ്ങിയവർ, ദരിദ്രർ എല്ലാവർക്കും അത്താണിയായിരുന്നു കുണ്ടൂർ ഉസ്താദ്. ഉസ്താദ് ആരെയും നിരാശരാക്കിയില്ല. സാമ്പത്തികമായി തന്നെയും അവരെയെല്ലാം ഉസ്താദ് സഹായിച്ചിരുന്നു. ദീനിന്റെ എതിരാളികളെ ഉസ്താദ് അങ്ങേയറ്റം വെറുത്തിരുന്നു. ചിന്തോദ്ദീപകമായ ആവിഷ്കാരത്തിലൂടെ പ്രവാചക പ്രകീർത്തനത്തിന്റെ അത്ഭുത വശങ്ങൾ തുറന്നിട്ട ദിവ്യാനുരാഗത്തിന്റെ തേജോരൂപമാണ് മർഹൂം കുണ്ടൂർ ഉസ്താദ്. അനുരാഗികളുടെയും പ്രകീർത്തന കാവ്യങ്ങളുടെയും എണ്ണവും വണ്ണവും പരിശോധിക്കുമ്പോൾ മലയാളക്കരയിൽ പിറവിയെടുത്ത നബികീർത്തന കാവ്യങ്ങളിൽ ഉന്നത സ്ഥാനമാണ് കുണ്ടൂർ ഉസ്താദിന്റെ കാവ്യങ്ങൾക്കുള്ളത്. ചെറുപ്രായത്തിൽ തന്നെ കവിതകൾ എഴുതുമായിരുന്നു ഉസ്താദ്. അറബി ഭാഷയിലും മലയാളത്തിലും അറബി മലയാളം സമ്മിശ്രമായും നിരവധി രചനകൾ ഉസ്താദ് നടത്തിയിട്ടുണ്ട്. ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസ്മരിച്ച് ആ സ്നേഹവലയത്തിൽ ലയിച്ചു കഴിഞ്ഞ മഹാത്മാവാണ് കുണ്ടൂർ ഉസ്താദ്. പഠനകാലത്ത് തന്നെ ഭാഷാ പഠനങ്ങളിൽ തൽപരനായിരുന്നു അദ്ദേഹം. സാഹിത്യ തൽപരന്മാരായ കൂട്ടുകാരുടെയും ഗുരുക്കന്മാരുടെയും സ്വാധീനത്തിൽ കാവ്യലോകത്തേക്ക് ചുവടുവെക്കുക സ്വാഭാവികമാണ്. ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹുവിന്റെ ഖദീസത്തുൽ ബുർദ അടക്കമുള്ള പ്രകീർത്തനങ്ങൾ പുനരുജ്ജീവിപ്പിക്കുകയും ജനകീയമാക്കുകയും ചെയ്തിരുന്നു അദ്ദേഹം. ഉസ്താദിന് ഇഷ്ടക്കാരും മറ്റും നൽകുന്ന ഹദിയകൾ ഉസ്താദ് വീട്ടിൽ എത്തുമ്പോഴേക്കും ദാനം കൊടുത്ത് തീർന്നു പോകുമായിരുന്നു. മുൻഗാമികളുടെ ചരിത്രം നമ്മൾ കേൾക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ നിന്നുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്കും നമ്മൾ പകർത്താൻ ശ്രമിക്കുക. ഹിജ്റ 1427 സഫർ മാസത്തിന്റെ അവസാനത്തിൽ കുണ്ടൂർ ഉസ്താദ് എന്ന മഹാൻ ഈ ലോകത്തോട് വിട പറഞ്ഞു. അള്ളാഹു അവിടത്തെ പദവികൾ ഉയർത്തട്ടെ, ബർസഖി ജീവിതം സന്തോഷദായകമാക്കട്ടെ. കുണ്ടൂർ ഉസ്താദിനെ കുറിച്ച് ഇവിടെ പറഞ്ഞ വിവരങ്ങൾക്ക് പല ആളുകളോടും കടപ്പാട് രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു വീഡിയോ ഞാനിവിടം വെച്ച് അവസാനിപ്പിക്കുകയാണ്.